ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ചപ്പാത്തിയും കിഴങ്ങ് കറിയാണ്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാവിട്ട് കൊടുക്കാമല്ലോ. മാവിട്ട് കൊടുത്തിട്ട് മാവിനെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് അറിയാമല്ലോ ചപ്പാത്തിയുടെ മാവ് എങ്ങനെ കുഴച്ചെടുക്കുന്നതെന്നുള്ളത്. കുറച്ച് റിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആദ്യമായിട്ട് ഉപ്പ് ചിലവർ വെള്ളത്തിയിട്ട് കലക്കിയിട്ട് അതൊഴിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. പാകത്തിന് എനിക്ക് ഇടാനറിയാം, ആ രീതിക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുഴച്ച് ചുട്ട് കഴിക്കണ ചപ്പാത്തിക്ക് വേറൊരു ടേസ്റ്റാണ് മക്കളെ. അത് ചെയ്ത് തന്നെ നോക്കണം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അത് മസാജ് ചെയ്ത് കൊടുക്കണം അതിന്. എന്നാലേ നല്ലൊരു മയത്തിന് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡ്രൈ ആയി ഇരിക്കും, നമുക്ക് നല്ല കട്ടിയായിട്ട് ഇരുന്ന് പോകും. അപ്പം പിന്നെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചൊഴിച്ചെടുക്കുവാണ്. നന്നായിട്ട് പാത്രത്തിനകത്ത് വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് നല്ലൊരു മസാജിങ് കൊടുത്ത് എടുക്കുകയാണ്. എന്നിട്ട് ബോളാക്കി എടുക്കുകയാണ്. ബോളാക്കി ഞാൻ എടുത്ത് കഴിഞ്ഞു. അല്ല, ഇനി പരത്തുന്നതാണ് അടുത്ത പരിപാടി. അതെന്നെ ചപ്പാത്തി പലക വെച്ചു, അതിൻ്റെ സ്റ്റിക്കും കയ്യിലുണ്ട്. ഇനി ഒരു അല്പം മാവ് ആ പലകയിലേക്ക് ഇട്ട് നമുക്കൊന്ന് തടവിയതിന് ശേഷം പരത്തി ആ ഒരു ബോളെടുത്ത് ഞാൻ അതിലേക്ക് വെച്ചങ്ങ് വരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ വരത്തി ചപ്പാത്തിയുടെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ്. ചപ്പാത്തിയുടെ ഷേപ്പിലേക്ക് ആക്കി എടുത്തതാണ് ഇത്. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ആക്കി കഴിഞ്ഞു. എല്ലാ ചപ്പാത്തി ബോൾസും ഞാൻ വരത്തി കഴിഞ്ഞു. അത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശക്കല്ലിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതിനെ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാം. ഒരു അല്പം എണ്ണ അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മൾ നേരത്തെ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ശക്കല മതി കേട്ടോ, ഓവറായിട്ട് ആക്കണ്ട. എന്നിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ടെടുക്കാം. തിരിച്ചു മറിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇത് ആയി വരുന്നതേ ഉള്ളൂ. ആയി വരുന്നതിന് ശേഷം മാത്രമേ മാറ്റാവൂ. മറിച്ചിട്ടതിന് ശേഷവും നിങ്ങൾ വെളിച്ചെണ്ണ ഒരിത്തിരി പുരട്ടണം. അതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിക്കഴിഞ്ഞു. ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന കാണാനുള്ള ഭംഗിയുണ്ട്. ആ ചപ്പാത്തി എല്ലാം ഞാൻ ചുട്ട് കഴിഞ്ഞായിരുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചപ്പാത്തിക്ക് മാവ് ഒഴിച്ച് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഗൈസ്, നമ്മുടെ ചപ്പാത്തിയുടെ റെഡി ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ബൗളിലേക്ക് വെച്ച് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നമുക്കിതിന് കറി ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് നമുക്ക് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു, പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഇങ്ങനത്തെ ഒരു കിഴങ്ങ് കറികൾ വെച്ച് കഴിച്ചു നോക്കിയാൽ നല്ല സ്വാദാണ് ഇതിന്. ഇനി ഇതിലേക്ക് പെരുംജീരകം ഇട്ടതിന് ശേഷം ഞാൻ ഇട്ടത് എന്താണെന്ന് അറിയാം, ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ പച്ചമുളകിനൂടെ ചതച്ചെടുക്കരുത്. ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്ത് എണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയി വരണം. എന്നിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. 2 ഐറ്റം പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഐറ്റം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് വറ്റൽമുളകും വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റി എടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഈ സവാളയ്ക്ക് ഒരു ഇച്ചിരി കളർ വ്യത്യാസം വരുന്നത് വരെയും നമ്മൾ വഴറ്റണം. 2-3 തവണ വഴറ്റിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യുക, പിന്നെ വഴറ്റുക. അങ്ങനെ ചെയ്യുക, അത് അടിയിൽ പിടിക്കാതെ നോക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ അല്പം ഇട്ട് കൊടുത്ത് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റുന്നുണ്ട്. വീണ്ടും ഇളക്കിയതിന് ശേഷം നമുക്കിങ്ങനത്തെ ഒരു കളറിൽ കിട്ടും. ഇതിനെ ഇങ്ങനെ കിട്ടിയതിന് ശേഷം നല്ലൊരു ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യും. നമ്മൾ സാധാരണ കിഴങ്ങ് കറി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഇത് വെക്കാറില്ല, എന്താണ് തക്കാളി ഇടാറില്ല അല്ലേ. എന്നാലും തക്കാളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ്. നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇനി ഇതിലേക്ക്
ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ല തിള വരണം. നല്ല തിള വന്നതിന് ശേഷം ഇതിന് നമുക്ക് ഇനി ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അത് ലാസ്റ്റ് ഇടാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് അടുത്ത് ആഡ് ചെയ്യാനുള്ളത് മല്ലിപ്പൊടിയാണ് ഗൈസ്. മല്ലിപ്പൊടി ഇട്ടിട്ട് തീ നല്ല കുറച്ച് വെക്കുക നിങ്ങൾ, അല്ലെങ്കിൽ വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് മുളക് പൊടി ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ പുതിനയില 1-2 കഷ്ണം ഇടുന്നുണ്ട്. അതിന് കൂടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറിവേപ്പില എല്ലാം കൂടെ അങ്ങ് ഇടുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി. ഞാൻ കറിവേപ്പിലയും ഇതുമാണ് ഇട്ടത്, പുതിനയിലയും. അപ്പോൾ ഗൈസ് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചപ്പാത്തി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗൈസ്.